നാഥൻ നീ ദൂതന്മാരാപ്പകൽ വാഴ്ത്തിടുന്നോൻ നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ ഇന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ ഇന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ നീ പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം യോഗ്യനാ ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ നീ പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം യോഗ്യനാ ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ യേശുനാഥായൻ കർത്തനാം രക്ഷകൻ നീ ദൂതന്മാരാപ്പകൽ വാഴ്ത്തിടുന്നു നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരം എന്നുമെന്നും നീ ആരാധ്യനാ നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരം എന്നുമെന്നും നീ ആരാധ്യനാ നീ പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം യോഗ്യനാ ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഒരിക്കൽ കൂടി ഈ കരുണയുടെ മണിക്കൂറിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഈ ലോകത്തിൽ ജീവിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഒരുപാട് ഭയത്തിൻ്റെയും അതുപോലെ ജീവിതത്തിന്റെ നൈമിഷികതയെക്കുറിച്ച് ചിന്തിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ ലോകത്തില് ജീവിക്കുന്നവരായി ഞങ്ങൾ പലതിനെക്കുറിച്ചും ആകുലരാണ്. എങ്കിലും അങ്ങ് സർവശക്തനും ഈ ലോകത്തിന്റെ സൃഷ്ടാവും ഞങ്ങളെ ഓരോരുത്തരെയും അനുദിനം കാത്തു സംരക്ഷിക്കുന്നവനുമാണ്. ഞങ്ങളുടെ ബലഹീനതയിലാണല്ലോ ഈശോയെ അങ്ങയുടെ ശക്തി പ്രകടമാകുന്നത്. അങ്ങനെ ആശ്രയിക്കുമ്പോഴാണല്ലോ ഞങ്ങള് കൂടുതൽ ബലമുള്ളവരായിട്ട് മാറുന്നത്. അങ്ങയുടെ ആത്മാവിന്റെ അഭിഷേകം ഞങ്ങളിൽ നിറയുമ്പോഴാണല്ലോ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. കർത്താവേ, ഓരോ നിമിഷവും ഞങ്ങളെ അങ്ങ് കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത് അങ്ങയുടെ പരിപാലനയോർത്ത് ഞങ്ങൾ ഈ സമയം ഞങ്ങളെ അങ്ങേ ആരാധിച്ച് സ്തുതിക്കുന്നു. സർവ ജീവജാലങ്ങളോടും ഒപ്പം, ഭൂവാസികളോടും സ്വർഗവാസികളോടും ഒപ്പം, സകല വിശുദ്ധരോടും ഒപ്പം, പ്രത്യേകമായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ സമയം ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഈശോയെ ആരാധന, ആരാധന. ഈശോയെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഈശോയെ മഹത്വം. ഈശോയെ നന്ദി. ഈശോയെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ ആരാധന. ഈശോയെ നന്ദി. ഈശോയെ മഹത്വം. ഈശോയെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഈശോയെ ആരാധന. ഈശോയെ മഹത്വം. ഈശോയെ നന്ദി. കർത്താവേ, ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിച്ച് സ്തുതിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതയിലും പോരായ്മയിലും, ഞങ്ങളുടെ ഭയത്തിലും ഇല്ലായ്മയിലും, ഞങ്ങളുടെ ജീവിതത്തിലെ അസ്വസ്ഥതകളുടെ നടുവിലും അങ്ങ് ദൈവമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. സർവ്വജീവജാലങ്ങളോടും ഒപ്പം ഒരിക്കൽ കൂടി ഈ കരുണയുടെ മണിക്കൂറിൽ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോയെ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ ആരാധന. ഈശോയെ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ സ്തുതി. ഈശോയെ മഹത്വം. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതി, സ്തുതി, സ്തുതി. മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ മഹത്വം. ഈശോയെ സ്തുതി, സ്തുതി. ഈശോയെ ആരാധന. ഹല്ലേലൂയ. യേശുവേ മഹത്വം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ. അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ. അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഈശോയെ, അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുമ്പോൾ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ഞങ്ങളെല്ലാ ആകുലതകളിൽ നിന്നും അകന്ന് വലിയ സന്തോഷത്തോടെയും വലിയ ആശ്വാസത്തോടെയും സമാധാനത്തോടെയും അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുന്നു. ഈശോയെ, ഞങ്ങളെക്കുറിച്ചും ഞങ്ങളുടെ ജീവിതത്തെയും കുടുംബത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും മക്കളെക്കുറിച്ചും എല്ലാം ഞങ്ങൾക്ക് ഒരുപാട് ആകുലതകളുണ്ട്. എന്നാൽ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളവനാണ് ഇവരെല്ലാമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് എല്ലാം ഒരുക്കുന്നല്ലോ. അങ്ങ് ജീവനുള്ള ദൈവമാണ്. അങ്ങ് സർവശക്തനാണ്. കർത്താവേ, അങ്ങിലാണ് ഞങ്ങളുടെ ആശ്രയം. അങ്ങ് ശക്തിപ്പെടുത്തുമ്പോൾ മാത്രമാണല്ലോ ദൈവമേ അങ്ങയുടെ പ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ള കരുത്ത് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അങ്ങാണ് ഞങ്ങളുടെ ബലം, അങ്ങാണ് ഞങ്ങളുടെ ശക്തി കേന്ദ്രം, അങ്ങാണ് ഞങ്ങളുടെ സങ്കേതം. ഞങ്ങളുടെ ജീവിതത്തില്, ഞങ്ങളുടെ വഴിയില് അങ്ങയുടെ വചനമാണ് ഞങ്ങൾക്ക് വിളക്ക്. ഈശോയെ, അങ്ങിൽ കണ്ണുകൾ ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് അസ്വസ്ഥതകളും ഒരുപാട് സമാധാനമില്ലായ്മയും ഒരുപാട് ആകുലതകളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഈശോയെ, ഈ ആകുലതകളിൽ നിന്നും ഈ പോരായ്മകളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും കർത്താവേ, ഞങ്ങളെ അങ്ങ് കരം പിടിച്ചുയർത്തണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങനെ കൃപയാൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഈ സമയം കർത്താവേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ, കരുണയുടെ മണിക്കൂറിൽ അങ്ങേ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ എല്ലാ ജീവിതങ്ങളെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഈശോയെ, ഏറ്റെടുക്കണമേ. കർത്താവേ, അങ്ങ് കഴുകി വിശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങ് കൃപ കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, സ്വർഗീയമായ പ്രകാശം ഈ മക്കളുടെ ജീവിതങ്ങളിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക്, അവർ നേരിടുന്ന പ്രതിസന്ധികളിലേക്ക്, ആകുലതകളിലേക്ക്, തകർച്ചകളിലേക്ക്, സാമ്പത്തിക പരാധീനതകളിലേക്ക് ഈശോയെ ഈ സമയം അങ്ങ് അയക്കണമേ.
വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലൂടെ കർത്താവേ അങ്ങ് വീണ്ടും വീണ്ടും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. പ്രിയ മക്കളെ, നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുക, കർത്താവിന്റെ തിരുഹിതം അന്വേഷിക്കുക, അവിടുത്തെ തിരുവചനം, അവിടുത്തെ തിരുകൽപ്പനകൾ പാലിക്കുക. അതോടൊപ്പം നിനക്ക് മറ്റുള്ളതെല്ലാം ദൈവം തരും. നിന്റെ ഭൗതിക ജീവിതത്തില് നിന്നെ ആകുലപ്പെടുത്തുന്നതെല്ലാം, നിന്റെ ജീവിതത്തിലെ ജോലി മേഖലകള്, നിന്റെ സാമ്പത്തിക മേഖലകള്, നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കള്, നിന്റെ കുടുംബം, മറ്റെല്ലാ മേഖലകളും കർത്താവെ അങ്ങ് തരുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ഈശോയെ, ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ അങ്ങേ സ്വന്തമാക്കാൻ വേണ്ട കൃപാവരം ഈ മക്കളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ അങ്ങ് രാജാവാണ്, അങ്ങ് സർവശക്തനാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അങ്ങയുടെ തിരുമുമ്പിൽ ഉണർത്തിക്കുന്നതിന് മുൻപേ അങ്ങ് അതെല്ലാം അറിയുന്നുവല്ലോ. ഈശോയെ, അതിലേക്കും അപ്പുറത്തായി ഞങ്ങളുടെ സമ്പാദ്യമായി ഞങ്ങളുടെ സർവസ്വമായി അങ്ങേ സ്വന്തമാക്കുവാൻ വേണ്ട കൃപാവരം കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തരും നൽകണമേ. ഈ സമയം നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുക്കാം. ഒരുപാട് ആകുലതകള്, ദൈവത്തെ മറന്നുള്ള നമ്മുടെ ജീവിതം മൂലം, കർത്താവിൽ ആശ്രയിക്കാത്തത് മൂലം, പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നത് മൂലം, പാപജീവിതത്തിലായിരിക്കുന്നത് മൂലം തിന്മ നമ്മുടെ മേൽ ആധിപത്യം പുലർത്തിക്കൊണ്ട് ഭയത്തിലേക്കും അതുപോലെ തന്നെ തകർച്ചയിലേക്കും നമ്മളെ നയിക്കുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മളെ ജീവനിലേക്കും വലിയ സ്വാതന്ത്ര്യത്തിലേക്കും ആത്മീയമായ അഭിഷേകത്തിലേക്കും വലിയ സന്തോഷത്തിലേക്കും നമ്മൾ നയിക്കുന്ന നമ്മുടെ സ്നേഹമുള്ള കർത്താവാണ്. എന്തു തന്നെ നമ്മളെ ആകുലപ്പെടുത്തിയാലും നമുക്കിതെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈശോയെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ, ജീവിത പങ്കാളിയെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും ഈശോയെ അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങയുടെ തൃപ്പാദത്തിങ്കൽ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ലോകത്തെ മുഴുവനായി കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. പലപ്പോഴും സമാധാനം ഈ ലോകത്തെ പലപ്പോഴും ഭരിക്കുന്നു. സമാധാനമില്ലാത്ത അവസ്ഥകള്, ഒരുപാട് ആകുലതകള്, ദൈവത്തെ മറന്നുള്ള ജീവിതം മൂലം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ കടന്നു വരുന്നു. ഈശോയെ, അതെല്ലാം തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ മക്കള്, അവരെ കുറിച്ച് ഞങ്ങൾക്ക് ആകുലതയുണ്ട്. അവർക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യുന്നവരാണ് ഞങ്ങൾ. ഈശോയെ, പലപ്പോഴും അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന കാഴ്ചകളാണ് ഞങ്ങൾ കാണുന്നത്. ദൈവത്തെ മറന്ന് തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ പല മേഖലകള്, സാമ്പത്തിക മേഖലകള്, ഞങ്ങളുടെ ബിസിനസ്, ഞങ്ങളുടെ ജോലി, ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈശോയെ പലപ്പോഴും ഒരു മേൽഗതിയില്ലാതെ തകർച്ചയിലേക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ഈശോയെ, അവിടെയും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ആധിപത്യം സ്ഥാപിക്കണം. അങ്ങ് ഏറ്റെടുക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അങ്ങ് വരണം, ജീവിതത്തിലേക്ക് വരണം, ഞങ്ങളുടെ പ്രവൃത്തി മേഖലകളിലേക്ക് വരണം, കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരണം, മക്കളുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണം. കർത്താവേ, അങ്ങ് ആധിപത്യം സ്ഥാപിക്കണം. അങ്ങേക്ക് ഇഷ്ടമുള്ളതെല്ലാം, അങ്ങേക്ക് ഇഷ്ടമുള്ളത് മാത്രം പ്രവർത്തിക്കാൻ തക്ക രീതിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് ഒരുക്കണമേ, രൂപപ്പെടുത്തണമേ. പ്രിയമുള്ളവരെ, ഈശോയുടെ തിരുമുമ്പിലായിരിക്കുന്ന നമുക്കിപ്പോൾ നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവിടുന്ന് എല്ലാം കാണുന്ന ദൈവമാണ്, നമ്മുടെ നന്മയെ ആഗ്രഹിക്കുന്ന ദൈവമാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തെ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിന്റെ തകർച്ചകളിലും രോഗാവസ്ഥയിലും, നിന്റെ ജീവിതത്തിന്റെ പോരായ്മകളിലും ബലഹീനതകളിലും പാപാവസ്ഥകളിലും ഈശോ പറയുന്നു, എൻ്റെ പ്രവൃത്തികൾ നിന്റെ ജീവിതത്തിൽ പ്രകടമാകുന്നതിന് വേണ്ടിയിട്ടാണ് നിന്നെ പലപ്പോഴും ഈ അനുഭവങ്ങളിലൂടെയൊക്കെ ഞാൻ നയിക്കുന്നത്. ഈശോയെ, അങ്ങയോട് ചേർന്ന് നിന്ന് അങ്ങയുടെ പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ പ്രകടമാകുന്നതിനായി ഞാനിതാ പൂർണ്ണമായി സമർപ്പിക്കും. അങ്ങയെ കാണുവാൻ, അങ്ങയെ സ്വന്തമാകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങേക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരും അങ്ങയെ കാണാൻ പരിശ്രമിക്കുന്നവരുടെ ജീവിതങ്ങളില് ഈശോയെ അങ്ങ് കടന്നു വന്നിട്ടുണ്ടല്ലോ. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ സഖ്യയൂസിന്റെ ജീവിതം അതാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈശോയെ കാണാൻ അയാൾ ആഗ്രഹിച്ചു, അയാൾ അതിനുവേണ്ടി പരിശ്രമിച്ചു. അയാൾ ഈശോ തന്റെ ജീവിതത്തെ കടന്നു വന്നപ്പോൾ ജീവിതത്തിൽ മാറ്റം വരുത്തി, മാനസാന്തരപ്പെട്ടു, പരിഹാരം ചെയ്തു. അത് അയാൾക്കും അയാളുടെ കുടുംബത്തിനും അനുഗ്രഹമായിട്ട് മാറിയതുപോലെ എൻ്റെ ജീവിതത്തിലും ഈശോയെ അങ്ങേ കാണാൻ ആഗ്രഹിക്കുന്നതോടും അങ്ങേക്ക് വേണ്ടി അങ്ങേ കാണാൻ പരിശ്രമിക്കുന്നതോടൊപ്പം എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി എൻ്റെ പുതിയ മനുഷ്യനായി. അതെൻ്റെ ജീവിതത്തിൽ മാനസാന്തരവും അതുപോലെ പരിഹാരത്തിൻ്റെയും പ്രവൃത്തിയിലൂടെ അങ്ങയുടെ അനുഗ്രഹങ്ങള്, അങ്ങയുടെ കൃപകൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഞാനൊരു പുതിയ മനുഷ്യനായി, ഞാനും എൻ്റെ കുടുംബവും രക്ഷയിലേക്ക് കടന്നു വരുവാൻ ഇടവരുത്തണമേ. കർത്താവ് ഈശോയെ, ഈ മക്കളോടൊപ്പം
പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗികളായിട്ട് കഴിയുന്നവര്, കാലങ്ങളായിട്ട് മാറാ രോഗങ്ങള്, അസ്വസ്ഥതകള്, അതിനുവേണ്ടി ഒരുപാട് പണം മുടക്കിയിട്ടും പ്രാർത്ഥിച്ചിട്ടും ഫലം കാണാതെ നിരാശരായി കഴിയുന്ന മക്കള് ഈശോ ഈ സമയം ആരാധനയിൽ തിരുമുമ്പിലായിരിക്കുന്നു. ഈശോയെ, അവരുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ, അങ്ങ് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ, സൗഖ്യമായി കടന്നു വരണമേ. നമ്മുടെ രോഗികളായ എല്ലാ മക്കളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, രോഗികളായ എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ സൗഖ്യത്തിന്റെ കരം നീട്ടി അവരെ അനുഗ്രഹിക്കണമേ എന്നും സുഖപ്പെടുത്തണമേ എന്നും ഈ സമയം ഞങ്ങളൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. ഈശോയെ, പഠിച്ചു വളരുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, കുടുംബത്തിലെ മക്കളെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ചും പരീക്ഷയുടെ കാലഘട്ടങ്ങളാണ്. അവർക്ക് ഒരുപാട് ആകുലതകളുണ്ട്, പഠിച്ചത് ഓർക്കാൻ കഴിയുന്നില്ല. പരീക്ഷയിൽ നന്നായിട്ട് കർത്താവെ പരീക്ഷ എഴുതാൻ കഴിയാതെ വരുന്നു, പരാജയമടയുന്നു. പല ഭയങ്ങളും ആ മക്കളുടെ ജീവിതത്തിലുണ്ട്. ഈശോയെ, അവരുടെ മനസ്സിനെ, ഹൃദയത്തെയും ബുദ്ധിയെയും അങ്ങ് ഈ സമയം അങ്ങയുടെ പ്രകാശത്തിൽ നിറയ്ക്കണമേ. ഭയമെടുത്തു മാറ്റി ആത്മാവിനെ നിറയ്ക്കണമേ, ശക്തിയുടെ ആത്മാവിനെ നയിക്കണമേ. ഓർമ്മയെ കർത്താവെ അങ്ങ് ഈ സമയം അങ്ങ് അവരുടെ ജീവിതത്തിൽ അവരുടെ ഓർമ്മയെ തെളിയിക്കണമേ. ഈശോയെ, പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതെല്ലാം നന്നായി പരീക്ഷ എഴുതാനും നല്ല വിജയം നേടാനും ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അതിനായിട്ട് അങ്ങയുടെ പരിശുദ്ധാത്മാവ് ആ മക്കളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരട്ടെ. ഭയം മാറി കർത്താവെ ധൈര്യത്തോടുകൂടെ അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ ഈ സമയങ്ങളിൽ പരീക്ഷകളിൽ നന്നായി എഴുതാനും നല്ല വിജയം ഭരിക്കാനും ഞങ്ങളുടെ കുടുംബങ്ങളിലെ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ, യേശുവിൻ കൃപ ചൊരിയൂ, ആത്മാവിൻ കൃപ ചൊരിയൂ. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും മരണം മൂലം വേർപെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, മാതാപിതാക്കള്, ജീവിത പങ്കാളി, അതുപോലെ സഹോദരങ്ങള്, മക്കളായിട്ടുള്ളവര് ഇവരൊക്കെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ദിവസങ്ങളിൽ മരണം മൂലം വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈശോയെ ഈ ആരാധനാ സമയം അവരുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരുടെ ആത്മാക്കളെ സമർപ്പിക്കുന്നു. ഈ ലോകത്തില് കർത്താവെ അങ്ങയെ മഹത്വപ്പെടുത്തി അങ്ങയുടെ വചനം ശ്രവിച്ച് അങ്ങയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് കർത്താവെ അങ്ങയുടെ കാലടികളെ പിന്തുടർന്ന മക്കള് ഈശോയെ മരണശേഷവും അങ്ങയുടെ തിരുക്കരങ്ങളിൽ സുരക്ഷിതരായി സ്വർഗത്തിൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയെ ആരാധിച്ച് സ്തുതിക്കുവാൻ ആത്മാക്കളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ കുറവുകളെ അങ്ങ് പരിഹരിക്കണമേ. കർത്താവെ, അവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന അവരുടെ പ്രിയപ്പെട്ടവരെ ഈശോയെ ആശ്വസിപ്പിക്കണമേ. വലിയ പ്രത്യാശ അവർക്ക് നൽകണമേ. കുടുംബങ്ങളിൽ നിന്ന് മരണമൂലം വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ, അവരുടെ ആത്മാക്കളെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് അവർക്ക് നിത്യാശ്വാസവും പാപപൂർത്തിയും നൽകി സ്വർഗത്തിലേക്ക് സ്വീകരിക്കണമേ എന്ന് ഈശോയെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി ഞങ്ങളിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി ഞങ്ങളിൽ നിറയട്ടെ. ഈശോയെ, തിരുസഭയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി സഭയെ നയിക്കാൻ അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഫ്രാൻസിസ് പാപ്പായെയും കർദിനാൾ തിരുസംഘത്തെയും എല്ലാ മേലധ്യക്ഷന്മാരെയും എല്ലാ വൈദികരെയും സമർപ്പിതരെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്നവരായ സഭ, അങ്ങയുടെ മക്കൾ അങ്ങയുടെ വചനം കേട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് നേർവഴിയിലൂടെ നടക്കുവാൻ കർത്താവേ, അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ അങ്ങയുടെ അഭിഷിക്തര് അവരുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ, അവരെ പഠിപ്പിക്കാനും നയിക്കാനും വിശുദ്ധീകരിക്കാനും വേണ്ട വിവേകവും വിശുദ്ധിയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും എല്ലാ സഭാ അധികാരികൾക്കും അങ്ങ് നൽകണമേ. സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നവരായി ഞങ്ങൾ ഈ ഭൂമിയിൽ നശ്വരമായ കാര്യങ്ങളിൽ ഞങ്ങളുടെ മനസ്സ് വയ്ക്കാതെ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാനും അതുവഴി അങ്ങയെ സ്വന്തമാക്കാനും ഈ ഭൂമിയിലെ തീർത്ഥാടനം ചെയ്യുന്ന ഈ സഭയിലെ
ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. ഈശോയെ, പ്രത്യേകമായി എല്ലാ ദമ്പതികളെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഈശോയെ, വലിയ ഒരു ഉത്തരവാദിത്വമാണല്ലോ കുടുംബജീവിതത്തിലൂടെ ഈ ദമ്പതിമാർക്ക് അങ്ങ് നൽകിയിട്ടുള്ളത്. അങ്ങയും സഭയുമായുള്ള ബന്ധം പോലെ പവിത്രമായ ബന്ധത്തിലൂടെ പരസ്പരം വിശുദ്ധീകരിക്കാനും ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് മാറാനും സ്നേഹത്തിന്റെ ജീവിതം നയിക്കാനും അങ്ങ് അവരെ പരമേൽപ്പിച്ചിട്ടുള്ള വലിയ ദൗത്യമായ മക്കൾക്ക് ജന്മം നൽകിക്കൊണ്ട് അവരെ അങ്ങേക്ക് പ്രിയപ്പെട്ടവരാക്കി വളർത്താനുമുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികൾ അവരുടെ ജീവിതത്തിലുണ്ട്. ഈ ജീവിതം ആവശ്യപ്പെടുന്ന സഹനം കർത്താവെ, അത് ഏറ്റെടുക്കാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ. അങ്ങയോട് ചേർന്ന് നിൽക്കാനും പ്രാർത്ഥനയിൽ ശക്തിപ്പെടാനും കുടുംബത്തെ സ്വർഗതുല്യമാക്കാനും ഓരോ മാതാപിതാക്കന്മാരെയും പ്രത്യേകിച്ച് ദമ്പതിമാരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു, ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ഈശോയെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും സാമ്പത്തിക മേഖലകളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അത്യധ്വാനം ചെയ്യുന്നവരായ അങ്ങേ മക്കൾ, അവരുടെ ജോലി, അവരുടെ സാമ്പത്തിക മേഖലകള്, കൃഷിയിടങ്ങള്, ബിസിനസ്, അതുപോലെ തന്നെ വ്യാപാരം, വ്യവസായ മേഖലകള്, ഇതെല്ലാം തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഈശോയെ, ഈ ലോകത്തിൽ ജീവിക്കുന്നവരായ ഞങ്ങൾ അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ അന്നത്തെ അപ്പത്തിനു വേണ്ടി ഞങ്ങൾ അധ്വാനിക്കുമ്പോൾ ഈശോയെ, ആ മേഖലകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ, ഫലസമൃദ്ധമാക്കി മാറ്റണമേ. കർത്താവെ, അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ഓരോ അധ്വാനത്തിലും കർത്താവെ, അങ്ങിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാൻ അങ്ങേ മക്കളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മറ്റെല്ലാ മേഖലകളും, സാമ്പത്തിക മേഖലയും ഞങ്ങളുടെ ജോലികളും എല്ലാം അങ്ങ് അനുഗ്രഹപ്രദമാക്കി മാറ്റുമെന്നും ക്രമീകരിക്കുമെന്നും ഉള്ള അങ്ങയുടെ വാഗ്ദാനത്തിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളെ ഈ സമയം തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളുടെ മക്കളിൽ നിറയ്ക്കണമേ. ഈശോയെ, ഞങ്ങളുടെ അധ്വാനത്തെ ഫലസമൃദ്ധമാക്കി മാറ്റണമേ എന്ന് ഈ സമയം ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ, യേശുവിൻ കൃപ ചൊരിയൂ, ആത്മാവിൻ കൃപ ചൊരിയൂ. കർത്താവായ ഈശോയെ, അങ്ങയുടെ വചനത്തോടുള്ള വലിയൊരു ദാഹം അങ്ങേ മക്കളായി ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ ആകുലതകൾ ഞങ്ങളെ അലട്ടുമ്പോൾ കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് ആശ്വാസമാകട്ടെ. ഈ ലോക ജീവിതത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്ന ചിന്തയോടുകൂടെ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അങ്ങയുടെ വചനത്തിൽ ആഴപ്പെടുന്നത് വഴി, വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിക്കുന്നത് വഴി ഞങ്ങളെ തന്നെ ക്രമീകരിക്കുവാൻ കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ലോക ജീവിതത്തിൽ തിന്മ ഞങ്ങളെ കീഴ്പ്പെടുത്താതെ നിത്യനന്മയാ അങ്ങേ സ്വന്തമാക്കി ലോകവുമായിട്ട് ഒത്തുതീർപ്പിൽ നകന്ന് ജീവിക്കുവാൻ അങ്ങയുടെ ശക്തിയുള്ള വചനം, തിന്മയ്ക്കെതിരെ ആ വചനം എടുത്തുപയോഗിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ, ദൈവമായിരുന്നിട്ട് പോലും അങ്ങേ തിന്മ പിശാച് അങ്ങയെ പരീക്ഷിക്കുകയുണ്ടായി. അങ്ങ് വചനം കൊണ്ടാണ് തിന്മയെ പരാജയപ്പെടുത്തിയത്. ഈശോയെ, അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിലും ഈ പരീക്ഷണങ്ങളുടെ മേഖലകളിൽ ശക്തിയായി
ജീവനായി ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ വചനം കേൾക്കാനും വചനം പഠിക്കാനും ഞങ്ങളുടെ ജീവിതത്തിൽ വചനം പ്രായോഗികമാക്കുവാനും വചനമനുസരിച്ച് ജീവിക്കുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധികള്, അസ്വസ്ഥതകള്, അതുപോലെ തന്നെ പരീക്ഷണങ്ങളെ ഒക്കെ നേരിടാനുള്ള കൃപാവരം അങ്ങേ മക്കൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം. സ്നേഹിച്ചിടും ഞാനെൻ സർവവുമായി അടിയനിതാ, അടിയനിതാ നാഥ, അടിയനിതാ നാഥ, അടിയനിതാ നാഥ, അടിയനിതാ. ഈശോയെ, സമർപ്പിത ജീവിതത്തിലേക്കും പൗരോഹിത്യ ജീവിതത്തേക്കും വിളിയിലേക്കും ഏറെ മക്കളെ അങ്ങ് തിരഞ്ഞെടുക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളെ അതിനായി അങ്ങ് ക്രമപ്പെടുത്തണമേ. വിശ്വാസത്തിൽ ആഴപ്പെടാനും ദൈവത്തോടുള്ള സ്നേഹത്തിൽ വളരാനും കർത്താവെ അങ്ങേ പിഞ്ചെല്ലാനും കർത്താവെ കുടുംബങ്ങളിൽ നിന്നും മക്കളെ അങ്ങ് ഒരുക്കണമേ. പലപ്പോഴും ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ വ്യാപൃതരായി ദൈവത്തെ മറന്നു ജീവിക്കാതെ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ജീവിതം അനുഗ്രഹമായി കണ്ടുകൊണ്ട് അങ്ങ് നൽകുന്ന വിളി തിരിച്ചറിഞ്ഞ് ആ വിളിക്ക് പ്രത്യുത്തരം കൊടുക്കുവാൻ അധികമായി മാതാപിതാക്കളെയും മക്കളെ ഒരുക്കുവാൻ വേണ്ട കൃപാവരം മാതാപിതാക്കൾക്കും കർത്താവെ അങ്ങ് അതിന്റെ വിളി കേൾക്കുവാൻ തക്ക രീതിയിൽ മക്കളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. ലോകത്തിന്റെ അരൂപിയിൽ നിന്നകന്ന് ഈശോയെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ, അങ്ങയോടൊപ്പം ആയിരിക്കുവാൻ, എന്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുവാൻ ഏറെ മക്കളെ വിളിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. കരുണയുടെ മണിക്കൂറിൽ ഒരിക്കൽ കൂടി നമ്മുടെ കുടുംബത്തെയും ജീവിതത്തെയും ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ വ്യക്തിപരമായ ഒരുപാട് മേഖലകളുണ്ട്, ദൈവത്തിന്റെ കൃപ ആവശ്യമായിട്ടുള്ള മേഖലകൾ. ഈശോ അതെല്ലാം ഏറ്റെടുക്കാൻ തയ്യാറാണ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണം, ഞങ്ങൾക്ക് സമാധാനം അങ്ങ് നൽകണം. ഈശോയെ, അങ്ങയെ സ്വന്തമാക്കാനുള്ള കൃപ മറ്റെന്തൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും അങ്ങില്ല എങ്കിൽ ഞങ്ങളുടെ ജീവിതം പരാജയമാണെന്ന് തിരിച്ചറിയും. ഈശോയെ, അങ്ങിൽ നിന്നും ഞങ്ങളുടെ ജീവിതത്തെ അങ്ങിൽ നിന്ന് ആരംഭിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈശോയെ, ലോകത്തിന്റെ വഴിയിൽ നിന്ന് അകന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് തിന്മയ്ക്കെതിരെ പടപൊരുതി ഒരു ക്രിസ്തീയ ജീവിതം കെട്ടിപ്പടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങയോടുള്ള വലിയ സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തണമേ. ആകുലപ്പെടുത്തുന്ന എല്ലാം തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കും. ഞങ്ങളുടെ പോരായ്മകള്, ബലഹീനതകള്, പാപാവസ്ഥകള്, ഈശോ അതെല്ലാം അങ്ങേക്ക് അറിവുള്ളതാണ്. അതെല്ലാം ഉപേക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എങ്കിലും അങ്ങയുടെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആവശ്യമാണ്. ആ സ്വർഗീയമായ ശക്തി ഈ സമയം കർത്താവേ തിരുമുമ്പിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും അങ്ങ് നൽകണമേ. കൃപാവരത്തിൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ മക്കൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. കർത്താവിന്റെ തിരുമുമ്പിൽ അവിടുത്തെ ആരാധിക്കാൻ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയാം. നമുക്ക് കരുണയുടെ ജപമാല ചൊല്ലി കർത്താവിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമീൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും
ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവിന്റെ തിരുമുമ്പില് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, കരുണയുടെ മണിക്കൂറില് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സമർപ്പിക്കുന്നു. കുടുംബത്തെ സമർപ്പിക്കുന്നു, മാതാപിതാക്കളെ സമർപ്പിക്കുന്നു, രോഗികളായിട്ടുള്ള എല്ലാ മക്കളെയും, കർത്താവെ തിരുസഭയെ, അതുപോലെ തന്നെ പ്രത്യേകമായി കാർമൽ ധ്യാന കേന്ദ്രത്തെയും എല്ലാ ശുശ്രൂഷകളെയും തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ കരുണ, അങ്ങയുടെ കരുണ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കുടുംബത്തിന്റെ മേഖലകളിൽ കർത്താവിന്റെ കരുണ വർഷിക്കപ്പെടുന്നതിനായി നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും നമുക്ക് സമർപ്പിക്കാം. ഈശോ അവിടുത്തെ കരുണ കുടുംബത്തിന്റെ മേല്, മാതാപിതാക്കള്, അതുപോലെ തന്നെ ദമ്പതിമാര്, മക്കള്, സഹോദരങ്ങള്, അയൽക്കാര്, നമ്മളെ ബന്ധപ്പെട്ട നമ്മുടെ ബന്ധുക്കള്, അവരൊക്കെ നമുക്ക് കർത്താവിന്റെ കരുണ സമർപ്പിച്ച് കർത്താവിന്റെ കരുണ ഞങ്ങളുടെ കുടുംബത്തിന്റെ മേല് വർഷിക്കണമേ എന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. എല്ലാ രോഗികളെയും നമുക്ക് സമർപ്പിക്കാം. ശാരീരികമായും മാനസികമായും അസ്വസ്ഥപ്പെട്ടിരിക്കുന്നവര്, കർത്താവിന്റെ സൗഖ്യം അവരുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഈശോയെ, അങ്ങ് അനുവദിക്കുന്ന രോഗാവസ്ഥകളെ, സഹനങ്ങളെ, അങ്ങയുടെ പ്രവൃത്തികൾ ഞങ്ങളിൽ പ്രകടമാകുന്നതിന് വേണ്ടി കർത്താവെ ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനായി സ്വീകരിക്കുവാൻ കൃപ നൽകണമേ. കർത്താവെ, പൈശാചികമായ പീഡകള്, രോഗപീഡകള് ഒരുപാട് ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ട്. ഈശോയെ, തിന്മയുടെ ആധിപത്യം മൂലം ഈശോയെ അതെല്ലാം ഈ സമയം അങ്ങ് ഇടപെട്ട് അങ്ങയുടെ വലിയ സ്വർഗീയമായ ശക്തിയാൽ രോഗികളായ എല്ലാ മക്കളെയും അങ്ങ് സുഖപ്പെടുത്തി കർത്താവെ അങ്ങയുടെ സൗഖ്യദായകമായ കരം നീട്ടി അങ്ങ് മക്കളെ ഓരോരുത്തരെയും കരുണ തോന്നി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവേ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. പാപികളായി കഴിയുന്ന എല്ലാ മക്കളെയും നമുക്ക് ഈ സമയത്ത് സമർപ്പിക്കാം. കർത്താവേ തിന്മയാൽ നയിക്കപ്പെടുന്നവര്, ലോകാരൂപിയിൽ ജീവിക്കുന്നവര്, തിന്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് നാശത്തിലേക്ക് നടക്കുന്ന മക്കള്, കർത്താവേ ഞങ്ങളുടെ ജീവിതങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ട്. ഈശോയെ അവരെല്ലാം തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. യഥാർത്ഥമായ മാനസാന്തരം, ദൈവഭയം, നിത്യതയെക്കുറിച്ചുള്ള ചിന്ത കർത്താവെ മക്കളിൽ അങ്ങ് നിറയ്ക്കണമേ. ഈ സമയം കർത്താവിന്റെ കരുണ എല്ലാ പാപികളുടെ മേലും നിറയുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പാപികളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ പാപികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ പാപികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ പാപികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ പാപികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ പാപികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ പാപികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ പാപികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ പാപികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ പാപികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ പാപികളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ശുദ്ധീകരണ ആത്മാക്കളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മരണം മൂലം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയവർ, പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ ഈശോയെ അവരുടെ വേർപാട് ഞങ്ങൾക്ക് വലിയ ദുഃഖമാണ്, വലിയ ഒരു ശൂന്യതയാണ് ഞങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. എങ്കിലും അങ്ങ് ലോകത്തെ ജയിച്ചവനാണ്,
മരണത്തെ അതിജീവിച്ചവനാണ്, ഉയർത്തെഴുന്നേറ്റവനാണ്. അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണല്ലോ. ഈ ഒരു ചിന്തയോടുകൂടെ ജീവിക്കാൻ വേണ്ട കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. അതോടൊപ്പം മരണം മൂലം വേർപിരിഞ്ഞു പോയ എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് ശുദ്ധീകരണ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ തേടുന്ന എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട് ശുദ്ധീകരണ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈ കാർമൽ ധ്യാന കേന്ദ്രത്തെയും നമ്മുടെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈശോയെ, അങ്ങേക്ക് വേണ്ടി അങ്ങയുടെ ദൗത്യം തുടരുന്നതിന് വേണ്ടി കാലഘട്ടത്തിൽ അങ്ങ് തിരഞ്ഞെടുത്ത് അങ്ങ് മുന്നോട്ട് നയിക്കുന്ന ഈ കാർമൽ ധ്യാന കേന്ദ്രത്തെ, അതിലെ എല്ലാ ശുശ്രൂഷകളെയും, പ്രത്യേകിച്ചും ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങയുടെ വചനം പ്രഘോഷിക്കാനും അവരെ തിന്മയുടെ പിടിയിൽ നിന്നും കർത്താവെ വിടുതൽ നൽകി അങ്ങയുടെ മക്കളാക്കി കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതിനുമായിട്ട് ഈ കാലഘട്ടത്തിൽ അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ കാർമൽ ധ്യാന കേന്ദ്രത്തെയും എല്ലാ അഭിഷിക്തരെയും, പ്രത്യേകമായി ബോസ്കോച്ചനെയും മറ്റെല്ലാ അഭിഷിക്തരെയും എല്ലാ ശുശ്രൂഷകരെയും കർത്താവെ പ്രത്യേകമായിട്ട് തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. സ്വർഗീയമായ സംരക്ഷണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, ഞങ്ങളുടെ പ്രവർത്തന മേഖലകൾക്കും ഭവനങ്ങൾക്കും ശുശ്രൂഷകൾക്കും അങ്ങ് ഏർപ്പെടുത്തണമേ. കോട്ട കെട്ടി അങ്ങ് സംരക്ഷിക്കണമേ. കാർമൽ ധ്യാന കേന്ദ്രത്തിന് മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ.
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈ കരുണയുടെ മണിക്കൂറിൽ കർത്താവെ അങ്ങയെ ആരാധിക്കാനും അങ്ങയുടെ കരുണ സ്വന്തമാക്കാനും ഞങ്ങളെ അനുവദിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത്, കരുണയെ ഓർത്ത്, കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരെയും കരം പിടിച്ച് നടത്തുന്നതിനെ ഓർത്ത്, ഞങ്ങളെ അനുഗ്രഹിച്ച് അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനും വിശുദ്ധിയിൽ ജീവിക്കുന്നതിനും ഈ ലോകത്തിൽ ദൈവത്തെ തേടുന്നതിനും വേണ്ട കൃപ നമുക്ക് ഈ സമയം പ്രത്യേകമായിട്ട് തേടാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമ്പോൾ ഈശോയെ അങ്ങയുടെ സ്വന്തമായിരിക്കുവാൻ അങ്ങേക്ക് ഞങ്ങളെ പൂർണ്ണമായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, കൃപയാൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. സ്തുതിക്കുന്നു 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും,
യേശു മാത്രം കർത്താവെന്ന് എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്, യേശു മാത്രം കർത്താവെന്ന്.